അല്ല സാറേ, ഇവിടെ മൊത്തം പൊടി പിടിച്ച് കിടപ്പാണല്ലോ. കുറെ കാലമായി ഇവിടെ വൃത്തിയാക്കാതെ കിടപ്പാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ശ്രമം തന്നെയാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? തിരയുന്നതിന്റെ പേരിൽ എന്റെ ഓഫീസ് വൃത്തിയാവട്ടെ. അല്ല സാർ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. താൻ ഈ തുണി ഉപയോഗിച്ച് അവിടുത്തെ പൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കളഞ്ഞേ. അപ്പൊ തനിക്ക് ഫയലും കിട്ടും. അയ്യോ, എന്നെ ഒന്ന് പിടിക്കണേ എന്റെ ബല്ല സാറേ. ആദ്യം എന്റെ കണ്ണിൽ കൈയെടുത്ത് മാറ്റണോ? എനിക്കൊന്ന് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഇത് ഏതോ ഒരു സ്ഥലത്തിന് മേപ്പാണെന്നാ തോന്നുന്നത്. ഇതിന്റെ അപ്പൂപ്പന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. ചിലപ്പോ ഇത് ഏതെങ്കിലും നിധിശേഖരത്തിലേക്ക് എത്താനുള്ള മാപ്പാണെങ്കിലോ? എങ്കിലാ നിധി എനിക്ക് തന്നെ കിട്ടും. എന്റെ ബല്ല സാറേ, സ്വപ്നം കാണലൊക്കെ പിന്നീടാവാം. ആദ്യം ഈ മാപ്പ് ഒന്ന് നോക്കിക്കേ. സാർ ഇത് കണ്ടോ? ഈ മാപ്പിൽ കാണുന്ന സ്ഥലം ഏതാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബത്തീച്ചേ, അപ്പൂപ്പൻ വരച്ചേ മേപ്പ് നീ ഒന്ന് നല്ലതുപോലെ സൂക്ഷിച്ചു നോക്കിക്കേ. എന്നിട്ട് പറയും പണ്ട് അപ്പൂപ്പൻ ശേഖരിച്ച നിധി എവിടെയായിരിക്കും ഒളിപ്പിച്ചിരിക്കുന്നത്. ഇത് ഫണ്ടൂസ് നഗറിന്റെ പഴയ മാപ്പാണല്ലോ. ഇപ്പോഴത്തെ ഫണ്ടൂസ് നഗരേക്കാൾ വളരെ വ്യത്യാസമുണ്ട്. ഈ വാച്ച് ടവർ ഇന്നും ഫണ്ടൂസ് നഗറിലുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഗ്രീൻ ഡോട്ട്സ്, ഇത് എന്താവാനാ സാധ്യത? അവിടെ ഒരു മാവിന്റെ തോട്ടമുണ്ട്. ഈ കാണുന്ന ഗ്രീൻ ഡോട്ടിന്റെ നടുക്ക് ഒരു ഗോൾഡൻ ഡോട്ട്. അപ്പ മാവിൻ തോട്ടത്തിന്റെ നടുവിലാണ് നിധിയുള്ളത്. കൊള്ളാലോടാ മക്കളെ, നിന്റെ ബുദ്ധി അപാരം തന്നെ. ചാച്ചു, മാപ്പിൽ പറയുന്നതനുസരിച്ച് നിധി ഈ മാവുകളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. ആ ഭാഗത്ത് അല്ലല്ല, ഈ ഭാഗത്ത്. എവിടെ നിധി എവിടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുവോടാ? അതോ ഇങ്ങനെ കറങ്ങി നടക്കത്തേ ഉള്ളോ? കിട്ടിപ്പോയി. ആ സ്ഥലം നമ്മൾ കണ്ടെത്തി. നിധി ഇവിടെ തന്നെ ഉണ്ടാവും. വരൂ, മണ്ണ് മാറ്റി കുഴിയെടുക്കൂ. അയ്യോ, നമ്മള് മൺവെട്ടി ആയുധങ്ങളും എടുക്കാൻ മറന്നല്ലോടാ. എങ്കി വരൂ, നമുക്ക് ഇപ്പൊ തന്നെ പോയി പണിയായുധങ്ങളൊക്കെ എടുത്ത് ഉടനെ തന്നെ തിരിച്ചു വരാം. ഇനി ഒന്നുകൂടി മാപ്പ് നോക്കി സ്ഥലം കണ്ടുപിടിക്കാൻ നിന്നാലേ നേരെ ഇരുട്ടി തുടങ്ങും. അതുകൊണ്ട് ഈ സ്ഥലത്ത് ഞാൻ ഈ കമ്പ് തറച്ചു വെക്കാം. അപ്പൊ തിരിച്ചു വരുമ്പോ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സത്യം പറയാലോ ബൽവത്, ഇന്ന് നീ കാരണം അത്ഭുതം സംഭവിച്ചത്. അഥവാ നീ ഇന്ന് പൊടിതട്ടാൻ വേണ്ടി മുകളിലോട്ട് കേറിയില്ലായിരുന്നെങ്കിൽ നമുക്ക് നിധിശേഖരത്തിലേക്ക് എത്താനുള്ള മേപ്പ് കിട്ടില്ലായിരുന്നു. ക്രൈമിന്റെ പവർ, ക്രൈം മാസ്റ്റർ ജഗുവാ. അതല്ല, ഏതോ നിധിശേഖരത്തിന്റെ മാപ്പിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പൊ തന്നെ ആ മാപ്പ് തട്ടിയെടുക്കണം. വാ റോസി, നമ്മുടെ ഇന്നത്തെ ഇരയാണ് മുന്നിൽ വന്ന് ചാടിയത്. കമോൺ റോസി, കമോൺ. ഡിഷ്കേ കമോൺ റോസി. അല്ല, ഈ ജൊഗോവർ എങ്ങനെ ഇവിടെ എത്തി? താങ്ക് യു റോസി. ആ നിധി നമുക്ക് കിട്ടിയെന്നാ തോന്നുന്നത്. നിധി. ആ ചൊഗാവർ നമ്മുടെ നിധിശേഖരത്തിലേക്കുള്ള മാപ്പ് തട്ടിയെടുത്തു. എന്റെ അപ്പൂപ്പന്റെ നിധിയാണത്. ഞാനിനി എന്ത് ചെയ്യും?
വെറുതെ ടെൻഷൻ അടിക്കണ്ട അങ്കിള്. ആ നിധിയുള്ള സ്ഥലത്ത് ഞാനൊരു കമ്പ് നാട്ടിയിട്ടുണ്ട്. നമുക്ക് വേഗം ആ സ്ഥലം കണ്ടുപിടിക്കാം. എന്നിട്ട് നിധിയും കൈക്കലാക്കാം. ആ ജുഗാവർ അവിടെ എത്തുന്നതിന്റെ മുന്നേ എത്തണം. അതേ സമയം കളയണ്ട, വേഗം പോവാം. അയ്യോടാ, ഈ മാവുകളൊക്കെ ഒരേപോലെ ഉണ്ടല്ലോ. ആ മരക്കമ്പ് എവിടെയാ വെച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിൽ അന്വേഷിക്ക്. അയ്യോ, മരക്കമ്പ് ഇവിടെയായിരുന്നു അതോ അവിടെയായിരുന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കിട്ടിപ്പോയി കിട്ടിപ്പോയി. എനിക്ക് ആ മരക്കമ്പ് കിട്ടിയേ, എനിക്ക് ആ മരക്കമ്പ് കിട്ടിയേ. നിങ്ങളിത് കണ്ടില്ലേ? എടാ മക്കളെ, മരക്കമ്പ് ഞാൻ കണ്ടുപിടിച്ചേ. അമ്മാവാ, എന്ത് പണിയായി കാണിച്ചേ? നമുക്ക് ഈ മരക്കമ്പ് അല്ലല്ലോ ആവശ്യം. മരക്കമ്പ് തറച്ചു വെച്ച സ്ഥലമല്ലേ നമ്മൾ അന്വേഷിക്കുന്നേ. അതെവിടെയാ? അതേ ബലവത്, നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ചുറ്റും. ഒന്ന് ഓർത്തു നോക്ക് നീ. ഈ മരക്കമ്പ് നീ എവിടെന്നാ എടുത്തത്? വല്ല സാറേ, ഈ മരച്ചോട്ടിന്നാ ഞാൻ ഈ കമ്പ് വലിച്ചെടുത്തെന്നാ തോന്നുന്നത്. അയ്യോ പാമ്പ്, രക്ഷിക്കണേ രക്ഷിക്കണേ. എനിക്കിപ്പോ തോന്നുന്നു കമ്പ് അവിടെ നിന്നല്ല. മതിയാക്ക് ബൽവന്ത്, താനിനി എന്തൊക്കെ തലവേദന ഉണ്ടാക്കുമെന്ന് അറിയില്ല. ഇനി ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ. എന്താ ഐഡിയ? ജോഗാവർ അയാളുടെ കയ്യിലെ മാപ്പുള്ള മാപ്പ് നോക്കി അയാൾ നിധി എവിടാന്ന് കണ്ടുപിടിക്കും. അങ്ങനെ അയാൾ വഴി നിധി എവിടെയാന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഓരോ സ്ഥലത്ത് മരത്തിന് മുകളിൽ കയറി ഒളിച്ചിരിക്കാം. ആരെങ്കിലും ജോഗാവറിനെ കാണുകയാണെങ്കിൽ സീക്രട്ട് കോഡ്, അതായത് ചുമച്ചുകൊണ്ട് ഇതുപോലെ ബാക്കിയുള്ളവരെ വിവരം അറിയിക്കണം. നീ കൊള്ളാലോടാ മക്കളെ, എന്തൊരു ഐഡിയ ആണിത്. അമ്മാവൻ ജോഗാവറിനെ കണ്ടെന്നാ തോന്നുന്നേ. അതുകൊണ്ടാ ഇങ്ങനെ ശക്തിയായി ചുമക്കുന്നത്. എന്തൊരു കഷ്ടമാ. എപ്പോഴും ഓവർ ആക്ടിങ് ചെയ്തോളും. കൊള്ളാം ബൽവന്ത്, നീ ഉഗ്രനായിട്ട് ചുമക്കുന്നുണ്ടല്ലോ. വേഗം പറയണോ, ആ ജുഗാവർ എവിടെയുണ്ട്? ജോഗാവറോ? അതിന് ജോഗാവർ എവിടെയാ? എനിക്ക് തൊണ്ടയിൽ കിച്ചു കിച്ചു വന്നത് കൊണ്ടാ ഞാനിങ്ങനെ ചുമച്ചത്. ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ബൽവന്ത്. ഞങ്ങൾ കരുതി ആ ജുഗാവർ ശരിക്കും ഇവിടെ ഉണ്ടെന്ന്. അല്ല സാറേ, അപ്പൊ ഇനി മനുഷ്യന് സമാധാനമായിട്ട് ചുമക്കാനും പറ്റില്ലെന്നായോ? കേട്ടോ, ബൽവന്തിന് ചുമ കൂടുതലാണ്. അവന് മരുന്ന് വല്ലതും വാങ്ങി കൊടുക്കണം. റോസി, ആ നിധി നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നത്. നിധി കിട്ടിക്കഴിഞ്ഞു. മോനറിയാമോ, എന്റെ അപ്പൂപ്പന്റെ ഒരു മാരക നുറുങ്ങു വിദ്യ. തൊണ്ടയിൽ ഇതുപോലെ കിച്ചു കിച്ചു വരുമ്പോ ഇഞ്ചിനീരിൽ അല്പം തേനും ചേർത്ത് പാലിൽ കലക്കി കുടിച്ചാ മതി അത്രേ. അതെ ബല്ല സാറേ. എടാ മക്കളെ, ജോഗാവർ നിധിയും കൊണ്ടോടി രക്ഷപ്പെടുകയാണ്. റോസി, ചാച്ചയും പതിജയും അടുത്ത് തന്നെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. വരൂ. അവിടെ നിൽക്കടാ ജുഗാവറേ, അതെന്റെ അപ്പൂപ്പന്റെ നിധിയാണടാ പെരിങ്കള്ള. സാറേ, ആ നിധി പോയതിന്റെ ദുഃഖം ബല്ല സാറിന്റെ മനസ്സിന് ഷോക്കേറ്റതുപോലെ ആയെന്നാ തോന്നുന്നത്. ആ നിധിക്കുപ്പ എനിക്ക് താടാ പെരിങ്കള്ള. റോസി, എന്നെ ഒന്ന് സഹായിക്ക്. ഞാൻ പോകുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടേ പോകും പെരിങ്കള്ള. നിൽക്കടാ. എടാ നിൽക്കടാ അവിടെ.
മോനെ മക്കളെ വേഗം എന്തെങ്കിലും ചെയ്യടാ. നമ്മളോട് ഉടക്കാൻ വന്നാലുണ്ടല്ലോ റോസി, നിക്ക് ഉടച്ച് റോസി. കൈ തരും. ഇനി എല്ലാവരെയും മര്യാദ പഠിപ്പിക്കും ഈ അമ്മാവനും. പിന്നെ അനന്തരവനും. അപ്പൂപ്പനെ നിധി കിട്ടി. അവസാനം എനിക്ക് തന്നെ കിട്ടി. നല്ല ഭാരമുണ്ട് ബൽവന്ത്. ഞാൻ ആലോചിച്ചു നോക്കുകയാണ്. എന്റെ അപ്പൂപ്പൻ അന്നത്തെ കാലത്ത് എത്ര സ്വർണ്ണനാണയം ശേഖരിച്ചു വച്ചിട്ടുണ്ടാകുമല്ലേ? എന്താ ഇത്? മൊത്തം മാങ്ങാണ്ടിയാണല്ലോ അപ്പൂപ്പ. എന്നാൽ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. നിധി എവിടെ? ഈ മാങ്ങാണ്ടിയാണ് മാവമരത്തിന്റെ വിത്ത്. അപ്പൂപ്പന്റെ അഭിപ്രായത്തിൽ മരം നടുന്നതായിരുന്നു ഏറ്റവും വലിയ നിധി. ഈ വിത്തിൽ നിന്ന് പുതിയ മരം വളരും. മരം നടുന്നതേക്കാൾ വലിയ നിധി വേറെ ഒന്നുമില്ല അങ്കിളെ. മനസ്സിലായോ? അതേ ബല്ലാ സാറേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മരങ്ങൾ വലുതാവുമ്പോ അവയിൽ ധാരാളം മാങ്ങയും കായ്ക്കും. 100 വിത്തിൽ നിന്ന് 100 മരങ്ങൾ ഉണ്ടാകും. 100 മരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് മാങ്ങകളും ഉണ്ടാകും. മാങ്ങകൾക്ക് ലക്ഷക്കണക്കിന് രൂപയും ലഭിക്കും. ഞാനൊരു ലക്ഷാധിപതിയായി മാറും.